അപ്പോൾ ഇന്ന് നമ്മൾ ഹോസ്പിറ്റലിൽ പോയി തിരിച്ച് വന്നപ്പോൾ കുറച്ച് കൂന്തൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ കൊല്ലത്തൊക്കെ പറയുന്നത് കണവ എന്നാണ്. അപ്പോൾ അത് ഞാൻ കറി വെക്കാമെന്ന് വിചാരിച്ചു. ഞാനല്ല, ദേവേട്ടനാണ് കറി വെക്കുന്നത്, പക്ഷേ ഞാനാണ് പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ കറി വെക്കാമെന്ന് വിചാരിച്ചു. അത് നന്നായിട്ട് വൃത്തിയാക്കാം കേട്ടോ. അതിൻ്റെ തലയിലൊരു ഇതുണ്ടാവും, അതെടുത്ത് കളയണം. അതുപോലെ തന്നെ ഒരു മഷി ഉണ്ടാവും, മഷിയും കളയണം. അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ ഒരു എന്താ പറയുക, നൈസായിട്ടുള്ളൊരു സാധനം ഉണ്ടാവും, അതും എടുത്ത് കളഞ്ഞ് അതിൻ്റെ തൊലിയൊക്കെ വൃത്തിയാക്കണം. അല്ലെങ്കിൽ നന്നായിട്ട് വൃത്തിയാക്കിയില്ലെങ്കിൽ നല്ല വയറുവേദന ആയിരിക്കും കൂന്തലിന് കഴിച്ച് കഴിയുമ്പോൾ ഉണ്ടാകുന്നത്. അങ്ങനെ ഞാനതൊക്കെ വൃത്തിയാക്കുമായിരുന്നു. വൃത്തിയാക്കാൻ ദേവേട്ടന് അതിനെക്കുറിച്ച് അധികം അറിയത്തില്ല, അതുകൊണ്ട് തന്നെ ഞാൻ ആണ് വൃത്തിയാക്കിയത്. അത് കഴിഞ്ഞിട്ട് അത് റൗണ്ടിലാണ് കേട്ടോ അരിഞ്ഞെടുത്തത്. പലരും പല ഷേപ്പിലായിരിക്കും അത് അരിയുന്നത്, പക്ഷേ എനിക്ക് റൗണ്ടിൽ അരിയുന്നതാണ് ഇഷ്ടം. കുറച്ച് വലുതാക്കി അരിഞ്ഞിട്ടുണ്ടെങ്കിലും അത് നമ്മൾ വേവിക്കുമ്പോൾ, എല്ലാവരും വേവിക്കുകയെന്ന് അറിയില്ല, ഞാൻ വേവിച്ചിട്ടാണ് എടുക്കുന്നത്. വേവിക്കുമ്പോൾ അത് ചുരുങ്ങും. അങ്ങനെ ഉപ്പും മഞ്ഞളും വെള്ളവും കൂടെ ചേർത്തിട്ട് ആദ്യം ഞാൻ ദേവേട്ടൻ കൂന്തൽ വേവിക്കാൻ വെച്ച്, ഒരു പച്ചമുളക് 2 പച്ചമുളകും കൂടെ അരിഞ്ഞു കൊടുക്കണം. അതും കൂടെ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് സമയം അതൊന്ന് വെന്ത് വരുന്നവരെ വെച്ചേക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിലേക്കുള്ള കുറച്ച് സാധനങ്ങളും കൂടെ എടുക്കാം. കൊച്ചുള്ളിയാണ് ഏറ്റവും നല്ലത്, പക്ഷേ എൻ്റെ കയ്യിൽ സവോള ഉണ്ടായിരുന്നുള്ളൂ. സവോളയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും തക്കാളിയും ഇതൊക്കെ നല്ലതാണ് കേട്ടോ. ആദ്യം എണ്ണ ചൂടായി കഴിഞ്ഞപ്പോൾ കുറച്ച് കടുകും അതുപോലെ തന്നെ ഉലുവയും കൂടെ ഇട്ടു. അതിനുശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം കൂടെ പേസ്റ്റാക്കിയത് ചതച്ചത് ചേർത്തു, പേസ്റ്റല്ല. അതിനുശേഷം സവോളയും കൂടെ ഇട്ടിട്ട് കുറച്ച് ഉപ്പിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. വഴറ്റി കൊടുത്തു കഴിഞ്ഞിട്ട് കുറച്ച് നേരം അടച്ച് വയ്ക്കുക. അടച്ച് വയ്ക്കുമ്പോൾ തന്നെ ആ ഒരു പച്ച മണമൊക്കെ മാറി നന്നായിട്ട് വെന്ത് കിട്ടും കേട്ടോ. സവോള നന്നായിട്ട് വെന്തതിന് ശേഷം മാത്രമേ നമ്മൾ ഈ തക്കാളി ചേർക്കാൻ പാടുള്ളൂ. അപ്പോൾ കുക്കിങ് ചെയ്യണതിൻ്റെ ഇടയ്ക്ക് പപ്പയും മോനും കൂടെ കളിക്കുവാണ്. അതിനുശേഷം സവോള വെന്ത് കഴിയുമ്പോൾ നമ്മുടെ തക്കാളി ചേർക്കണം. തക്കാളിയും ചേർത്ത് കഴിഞ്ഞ് നന്നായിട്ട് വഴറ്റി പിന്നെയും അടച്ച് കുറച്ച് നേരം വയ്ക്കുക. അതും നന്നായിട്ട് നല്ലൊരു വഴണ്ട് വരണം. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ കൂന്തൽ വേവിച്ച് വെച്ചത് നമ്മൾ അതിലേക്ക് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുക. ഡ്രൈ ആയിട്ട് വഴറ്റിയത് വരുവാണെങ്കിൽ അതിലേക്ക് ഇച്ചിരി അതിൽ വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അതിനുശേഷം ആ കൂന്തൽ ചേർത്തതിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിലേക്ക് ചേർക്കേണ്ട പ്രധാന കാര്യങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മല്ലിപ്പൊടിയും മുളക് പൊടിയും മാത്രമാണ്. ഞാനിതിലും മസാലയൊന്നും വേറെ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. പിന്നെ കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. കുരുമുളക് പൊടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കുരുമുളക് നമുക്കിവിടെ ഉണ്ട്, അത് ആണ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ 2 സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്തു. അതുപോലെ തന്നെ 2.5 സ്പൂൺ മുളക് പൊടിയും ചേർത്തു. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് നന്നായിട്ട് വഴറ്റിയിട്ട് അടച്ച് വെക്കാം. ആ കൂന്തലിലെ വെള്ളവും കൂടെ ചേർത്തിട്ട് വേണം കേട്ടോ അടച്ച് വെക്കാൻ. ഉപ്പ് ഈ സമയം ആവശ്യമുണ്ടെങ്കിൽ നമ്മൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ ദേവേട്ടന് ഞാൻ ഈ മസാലയൊക്കെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് അതൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കാൻ പറഞ്ഞു. ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. കറിവേപ്പില നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റ് കൊടുക്കും കേട്ടോ. അപ്പോൾ കുറച്ച് എരിവ് മുന്തി നിൽക്കുകയാണ്, അതുകൊണ്ട് തന്നെ കുരുമുളക് കുറച്ച് മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനൊരു 6-7 കുരുമുളക് മാത്രമേ ചതച്ച് അതിൽ ആഡ് ചെയ്തുള്ളൂ കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അത് വഴണ്ട് വന്നപ്പോൾ ഒരു നല്ല മണം കേട്ടോ. എനിക്കാണെങ്കിൽ സീ ഫുഡ് ഇങ്ങനെ കൂന്തലൊന്നും ഞാൻ കഴിക്കത്തില്ല, പക്ഷേ പ്രഗ്നൻസി പീരീഡിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇന്നത്തെ കറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കഴിച്ച ഏറ്റവും ബെസ്റ്റ് കൂന്തൽ കറിയാണ് കേട്ടോ. അപ്പോൾ ദയവായിട്ടും ടേസ്റ്റ് ചെയ്തു. ഭയങ്കര ചൂടായിരുന്നു, എനിക്ക് ചിരി വന്ന്. അത് കഴിഞ്ഞിട്ട് എനിക്ക് ചൂട് ആറ്റി തരുവാണ്ടോ എനിക്ക്. ഞാനും ടേസ്റ്റ് ചെയ്ത് നോക്കി, നല്ല സൂപ്പറായിരുന്നു. പ്രതീക്ഷിച്ച പോലെയല്ല, അത് പാളി പോകുന്നതാണ് ആദ്യം കരുതിയത്, പക്ഷേ പാളിയൊന്നും പോയില്ല. സൂപ്പർ കറിയായിരുന്നു, ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഇനി ഞങ്ങൾ കൂന്തലേറിയും കൂട്ടി നല്ല ചോറ് കഴിക്കാൻ പോകാം കേട്ടോ. ചോറ് ചാക്സണിലിറക്കി വെച്ചിട്ടുണ്ടായിരുന്നു, ചോറ് കഴിക്കാൻ പോവാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ. ഓക്കെ, അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.